ട്രീറ്റ്മെന്റ് ഓർഗനൈസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്. അതായത് കോവിഡ് വന്ന ശേഷം നമ്മുടെ ശ്വാസകോശത്തിന് എന്തൊക്കെ രീതിയിൽ ബാധിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഡാമേജ് സംഭവിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ടി ബിയുടെ കേസിലും. കാരണം കോവിഡ് വന്നവർക്ക് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ്, അതിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ കോവിഡ് വന്ന ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ടി ബി ഒക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ആസ് സ്കാറിങ്, സ്കാർസ് പോലെ അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്ന് പറയും, നമ്മൾ വല പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവിടുത്തെ സെൽസ് മുഴുവൻ ഡാമേജ് ആകുക, ആ ഒരു കണ്ടീഷനാണ്. അതിന്റെ അതർ റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഇത് കൂടാതെ ശ്വാസം മുട്ടൽ അങ്ങനത്തെ കാര്യങ്ങളും വന്നേക്കാം. The severity of the damage varies, but severe cases can lead to pneumonia. ചില ആൾക്കാരിൽ കോവിഡ് വന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് പനി വരാം, ചെറിയ ചെറിയ ശ്വാസം മുട്ടലൊക്കെ വരാം. പക്ഷെ ചില ആൾക്കാരിൽ ഭയങ്കര സിവിയർ ആവാറുണ്ട്. അങ്ങനെയുള്ളവരിലാണ് അത് പിന്നീട് ന്യൂമോണിയ ആയിട്ട് മാറും. അതുപോലെ ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രംസ് വരാറുണ്ട്. അതേപോലെ ക്രോണിക് ലങ് കണ്ടീഷൻസും ഒക്കെ വരാറുണ്ട്. Viral medicated epithelial injury leads to the replication of alveolar type 2 cells. നമുക്ക് അറിയാലോ ആൽവിയോളയിൽ ടൈപ്പ് 1 ഉം ടൈപ്പ് 2 സെൽസും ഉണ്ടെന്ന്. ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ സെക്രീഷൻ ദാറ്റ് ഈസ് തോട്ട് ടു mediate lung injury and fibrosis by inducing differentiation of fibroblast to myofibroblast and deposition of extracellular protein and fibers. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് വെറുതെ വായിച്ചു നോക്കിയാൽ ഫൈബ്രോസിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ടൈപ്പ് 2 സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് റെപ്ലിക്കേഷൻ സംഭവിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും ഒരിക്കലും ചോദിക്കത്തില്ല. ടൈപ്സ് ഓഫ് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് അതൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ സിവിയർ കേസസ് എന്തുണ്ടാവും, ന്യൂമോണിയ ഉണ്ടാവും. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദി ലങ്സ് ഓഫൺ എ കോംപ്ലിക്കേഷൻ ഓഫ് സിവിയർ COVID-19. നെക്സ്റ്റ് ARDS എന്താ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ARDS എ സിവിയർ ലങ് ഇഞ്ചുറി ദാറ്റ് ക്യാൻ കോസ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. സോ ഇതിനകത്ത് നമുക്ക് എന്താണ് മെക്കാനിക്കൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടി വരും, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അടുത്തത് പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ സ്കാറിംഗ്. The formation of scar tissue in the lungs which can reduce lung function and lead to shortness of breath. ലങ്സിന്റെ സ്പേസ് ഒക്കെ കുറയ്ക്കും, ലങ്സിന്റെ വോളിയം കുറയ്ക്കും, ലങ്സിലെല്ലാം ഡാമേജ് ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് ഫൈബ്രോസിസ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഫൈബ്രോസിസ് ആണ്. പിന്നെ അതർ റെസ്പിറേറ്ററി ഇഷ്യൂസ് ലൈക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ഫാറ്റീഗ്, കഫ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് കോവിഡ് ലങ് ഡാമേജിന് കാരണമാകുന്നത്? ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓവർ റിയാക്ഷൻ ക്യാൻ കോസ് ലങ് ഡാമേജ് ഇൻ കോവിഡ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവുമ്പോഴാണ് കൂടുതലും കോവിഡിന് ശേഷം ലങ് ഡാമേജ് അല്ലെങ്കിൽ കോവിഡ് ഉള്ളപ്പോഴും ലങ് ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ കാരണം. ഇമ്മ്യൂൺ സെൽസ് കം ടു ദി സൈറ്റ് ഓഫ് ദി ഇൻഫെക്ഷൻ, ഫൈറ്റ് ഇറ്റ് ഓഫ്. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് ബാധിക്കുമ്പോൾ അവിടത്തേക്ക് എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം നന്നായിട്ട് ആക്റ്റീവ് ആവും, ഒരുപാട് അങ്ങ് ആക്റ്റീവ് ആവും. ബട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഫ്ലമേഷൻ ക്യാൻ കോസ് ഡാമേജ് ടു ഹെൽത്ത് ഇഷ്യൂസ്. ഒരുപാട് അങ്ങ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും ചെയ്യും, അവിടെ ലങ് ഡാമേജിന് കാരണമാകുകയും ചെയ്യും. ഡാമേജ് ആൻഡ് വീക്ക്നെസ് ഇൻ ദി വോൾസ് ഓഫ് ദി സ്മോൾ എയർ സാക്സ് ഇൻ ദി ലങ്സ്. നമ്മളെ ആൽവിയോളി എന്ന് വെച്ചാൽ എന്താണ്, ചെറിയ ചെറിയ എയർ സാക്ക് ആണ്. ആ എയർ സാക്കിനൊക്കെ ഡാമേജ് സംഭവിക്കും. സോ അവിടെ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. ദിസ് മീൻസ് എയർ കനോട്ട് ഗെറ്റ് ഇൻ ആൻഡ് ഓക്സിജൻ. അതുകൊണ്ട് എന്താണ്, ഈ ഫ്ലൂയിഡ് ഒക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജൻ സപ്ലൈയും കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ഒന്നും നടക്കത്തില്ല. Inflammation can also leave pulmonary nodules or scarring behind, which can take long time to resolve or could be permanent. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ ചെറിയ നോഡ്യൂൾസ്, ചെറിയ ചെറിയ മുഴ പോലെ വരാം, സ്കാർസ് ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. This kind of damage can happen with many kinds of respiratory infections, not just COVID. But COVID seems more likely to cause severe. സാധാരണ കോവിഡിൽ മാത്രമല്ല പല ഇഷ്യൂസിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിലും കോവിഡിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. അടുത്ത നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വാട്ട് ആർ ദി കോംപ്ലിക്കേഷൻസ് ഓഫ് കോവിഡ് ലങ് ഡാമേജ്. നമ്മൾ പറഞ്ഞല്ലോ ന്യൂമോണിയ ഉണ്ട്, ARDSന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. പിന്നെ ലങ് നോഡ്യൂൾസും ഉണ്ടാവാറുണ്ട്. പിന്നെ ഉണ്ടാകുന്നതാണ് പൾമണറി ഫൈബ്രോസിസ്. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസ് ആണെന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ ലോങ് കോവിഡ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ.
Some people continue to experience symptoms for months or years after having COVID. കോവിഡ് ഉണ്ടായ ശേഷവും ഒരുപാട് നാൾ സെയിം സിംറ്റംസ് ഒക്കെ കാണുമ്പം ലോങ് കോവിഡ്. അപ്പോൾ ഇതിൽ ഏതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ബ്രോങ്കോസ്കോപ്പി വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നേസൽ സ്വാബ് നമ്മൾ മൂക്കിൽ നിന്ന് സാമ്പിൾ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ പൾസ് ഓക്സിമെട്രി വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റേ പോലുള്ള CT സ്കാൻ പോലുള്ള ഇമേജിംഗ് ടെക്നിക്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. WBC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഓക്സിജൻ കോൺസെൻട്രേഷൻ നോക്കണം. പിന്നെ സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലൂറൽ ഫ്ലൂയിഡ് കൾച്ചർ ചെയ്യും. പിന്നെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് ടെസ്റ്റ് ചെയ്യും. ബ്രോങ്കോസ്കോപ്പി ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജിനെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ വന്നതായതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണം.